ആഭാരവർദ്ധം ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ എളിയ നമസ്കാരം. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് പരശുരാമാവതാരം, അതിൻ്റെ ഉത്ഭവത്തിൻ്റെ ജമദഗ്നി ആണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജമദഗ്നിയാണ്. അപ്പോൾ ജമദഗ്നിയിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ വരാൻ പറഞ്ഞത്. അതായത് പണ്ട് ഖാദി എന്നൊരു രാജാവുണ്ടായിരുന്നു. ഖാദി എന്നൊരു രാജാവുണ്ട്. അദ്ദേഹത്തിന് സത്യവതി എന്നൊരു പുത്രി, ഏക പുത്രി മാത്രമേ ഉണ്ടായിരുന്നു. ഈ സത്യവതി പറയുന്ന സമയത്ത് നമ്മൾക്ക് സംശയം തോന്നാൻ പാടില്ല. മഹാഭാരതത്തിലുള്ള സത്യവതി അല്ല ഇത്, വേറെ സത്യവതിയാണ്. ഈ സത്യവതി വളരെ സുന്ദരിയായിരുന്നു. അപ്പോൾ ഹൃജീകൻ, ഋഗ്വേദത്തിൽ ഹൃജീകൻ എന്നൊരു മഹർഷി സത്യവതിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നു. ഖാദിക്ക് സത്യത്തിൽ വിവാഹം ചെയ്തു കൊടുക്കാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശാപത്തെ ഭയന്ന്, കാരണം ഇദ്ദേഹം വളരെ വലിയ തപസ്വിനിയായിരുന്നു. ഒരുപാട് തപസ്സുകൾ ചെയ്ത് ഒരുപാട് വരങ്ങൾ സമ്പാദിച്ച ഒരു മുനിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ശപിച്ചാലോ എന്ന് പേടിച്ച് സത്യവതിയെ ഹൃജിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ അവർ കുറേ കാലം അങ്ങനെ ദാമ്പത്യ ജീവിതം നയിച്ചു. പക്ഷേ അവർക്ക് സന്താനങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ സത്യവതിക്കാണെങ്കിൽ ഒരു കുട്ടി, ഒരു സന്താനം, ആണായാലും ശരി പെണ്ണായാലും ശരി, ഒരു സന്താനം വേണമെന്നൊരാഗ്രഹം. അപ്പോൾ അവർ ഭർത്താവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു സന്താനഭാഗ്യം തരണം. മാത്രമല്ല ഇത് ഒരുപാട് കാലം, കുറേ കാലം കഴിഞ്ഞുകൊണ്ട് അവരുടെ അമ്മയ്ക്കും ഒരു സന്താനം വേണമെന്നൊരു തോന്നൽ. അപ്പോൾ ആ സത്യവതി ഇത് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്കും അമ്മയ്ക്കും ഓരോ സന്താനങ്ങൾ വേണം എന്ന് പറഞ്ഞു. അദ്ദേഹം ശരി കുറേ പിണ്ടം പറഞ്ഞാൽ അരി വേവിച്ചത്, അത്രയുള്ള പിണ്ടം, 2 പിണ്ടമെടുത്ത് തൻ്റെ തപശക്തി കൊണ്ട് അതിൽ ആവാഹിച്ച് ഇത് രണ്ടും സത്യവതിയുടെ 2 കൈയിലാക്കിക്കൊണ്ട് സത്യവതിയുടെ വലത് കൈയിലും ഇടത് കൈയിലും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വലത് കൈയിലുള്ളത് നീ ഭക്ഷിക്കുക, ഇടത് കൈയിലുള്ളത് അമ്മയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. സത്യവതി ശരി പറഞ്ഞു. അപ്പോൾ സത്യവതിക്കൊരു സംശയം, ഒരുപക്ഷെ അമ്മയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന കുറച്ചുകൂടിയും ശക്തിയുള്ളതായിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് പിറക്കുന്ന കുട്ടി കുറച്ചുകൂടിയും ശക്തിമാനായിരിക്കും. അതുകൊണ്ട് ഇത് ഞാൻ ഭക്ഷിക്കാം, മറ്റേത് അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അമ്മയ്ക്ക്, സത്യവതി കഴിക്കേണ്ടത് അമ്മയ്ക്കും അമ്മ കഴിക്കേണ്ടത് സത്യവതിക്കും കൊടുത്തു. 2 പേരും ഭക്ഷിച്ചു. എന്നിട്ട് സത്യവതി ഇത് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. ഇത് കഴിച്ച ശേഷമോ പറയുന്നത് കേട്ടോ, അതിനു മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഇതേ മാറിയിട്ടുണ്ടാവും. പക്ഷേ ഈ കഴിച്ച ശേഷം ഭർത്താവിനോട് പറഞ്ഞു, ഞാനിങ്ങനെ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വിധിയുടെ കൽപ്പനയാണ്, അതുകൊണ്ട് അത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നിനക്ക് വെക്കുന്ന പുത്രൻ ഒരു അതിഗംഭീരനാണെങ്കിൽ കൂടെ രാക്ഷസ സ്വഭാവമുള്ളവനായിരിക്കും. അമ്മയ്ക്ക് പറക്കുന്ന പുത്രൻ ലോകം അറിയുന്ന ശ്രേഷ്ഠനായ ഒരു മഹർഷിയായിത്തീരും എന്ന് പറഞ്ഞു. കാലം കഴിഞ്ഞു, അവർ 2 പേരും പ്രസവിച്ചു. അതാണ് സത്യവതിക്ക് പറഞ്ഞ കുട്ടിയാണ് ജമദഗ്നി എന്ന പേരിട്ടു. ജമദഗ്നി മഹർഷി സത്യവതിക്ക് പറഞ്ഞതും അമ്മയ്ക്ക് പറഞ്ഞത് വിശ്വാമിത്രൻ എന്ന മഹർഷി പിൽക്കാലത്തെ മഹർഷിയായി തീർന്നു. ഇദ്ദേഹം മഹർഷിയായി തീരുന്നോ പറഞ്ഞിരിക്കുന്നത്, ശ്രേഷ്ഠനായ ലോകമറിയുന്ന
ഒരു മഹർഷിയായിത്തീരുന്ന പറഞ്ഞത്. അതാണ് വിശ്വാമിത്രൻ. അങ്ങനെ കഴിഞ്ഞു. ജമദഗ്നി എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവാഹപ്രായമായ സമയത്ത് അദ്ദേഹം രേണുക എന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഈ രേണുകയാണ് അയോധ്യ ഭരിച്ചിരുന്ന ചക്രവർത്തി പ്രതാപൻ. അന്നത്തെ കാലത്തെ പ്രതാപന്മാർ വളരെ ഉണ്ട് കേട്ടോ, അതല്ലാതെ പ്രതാപൻ എന്ന ചക്രവർത്തിയുടെ മകളെ രേണുകയെ ഈ ജമദഗ്നി വിവാഹം കഴിച്ചു. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഈ രേണുകയുടെ ജന്മത്തിനെ പറ്റി വേറെ ചില പുരാണങ്ങളിൽ വേറെ ചില മാതൃകയെ കൂടി പറയുന്നുണ്ട്. എന്താ വെച്ചാൽ രേണുക എന്ന മഹാരാജാവിന് ഏകപുത്രിയായിരുന്നു. അദ്ദേഹം ഈ പുത്രി എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പുത്രികാമേഷ്ടിയാഗം നടത്തി അഗ്നിയിൽ നിന്ന് രേണുക ഉണ്ടായി എന്ന് ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷെ ഭാഗവതത്തിൽ അതൊന്നുമില്ല. അങ്ങനെ രേണുക കഴിഞ്ഞു. രേണുകയ്ക്കും ജമദഗ്നിക്കും കൂടി 4 പുത്രന്മാരുണ്ടായി. മൂത്തവൻ്റെ പേര് സുഹോത്രൻ, രണ്ടാമത്തെ ആളുടെ പേര് വസു, മൂന്നാമത്തെ ആള് വിശ്വവസു, നാലാമത്തെ ആള് രാമൻ, അതായത് പരശുരാമൻ. പരശുരാമൻ എന്നുള്ള എല്ലാ പേരിട്ടിരിക്കുന്ന രാമൻ എന്നാണ്. പരശു എന്ന മഴു പിന്നീട് കയ്യിൽ വന്നുകൊണ്ട് പരശുരാമൻ എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന് മാത്രം. അങ്ങനെ പരശുരാമൻ ഈ ഹൃദീകൻ നൽകിയ പിണ്ടത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. പല പുരാണങ്ങളിൽ നിന്ന് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അത് പറയാം. രാമായണത്തിൽ അതില്ല കേട്ടോ. രാമായണത്തിൽ ഈ പിണ്ടം കൊടുത്ത കഥയില്ല. പിന്നെ ഭർത്തശാപത്താൽ അവർ നദിയിൽ വീണു മരിച്ചു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ഏതായാലും അത് നമുക്കറിയണ്ട. അങ്ങനെ രേണുകയെ വിവാഹം കഴിച്ചു. അവർക്ക് 4 പുത്രന്മാരുണ്ട്. സുഗോത്രൻ, വസു, വിശ്വവസു, രാമൻ, ഇങ്ങനെ 4 പുത്രന്മാരുണ്ട്. അങ്ങനെയിരിക്കെ ഈ രേണുക ഒരു ദിവസം നദിയിൽ വെള്ളം എടുക്കാൻ പോയി സമയത്ത് അവിടെ കാർത്യവീരാർജുനൻ എന്ന മഹാരാജാവ്, ഈ കാർത്യവീരാർജുനൻ പേര് കേട്ടാൽ നമുക്ക് തോന്നും രാക്ഷസനാണ് തോന്നും കേട്ടോ. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു നല്ലൊരു ദാനശീലനായ ഒരു മഹാനാണ് കാർത്യവീരാർജുനൻ. അവിടെ പോയ സമയത്ത് നദിയിൽ എന്താ കണ്ടത്? ഇദ്ദേഹം ഈ കാർത്യവീരാർജുനൻ തൻ്റെ ഭാര്യമാരും ഒരുമിച്ച് അവിടെ ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രേണുക കുടവും കൊണ്ട് അവിടെ പോയ സമയത്ത്. അപ്പോൾ നദിയിലെ വെള്ളം മൊത്തത്തിൽ കലങ്ങിയിരിക്കുന്നു. ഇവരെന്ത് ചെയ്തു? വേഗം വേറൊരു സ്ഥലത്ത് പോയി നല്ല വെള്ളം എടുക്കാം എന്ന് പറഞ്ഞ് അവിടെ പോയി. അപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അതേ നദിയിൽ തന്നെ വേറൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ ചിത്രരഥൻ എന്ന ഗന്ധർവൻ ഇതുപോലെ കുറേ അപ്സരസുകളായിട്ട് അവിടെ ജലക്രീഡ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഇവർ കൊള്ളുന്നത്. പക്ഷേ ഇവരുടെ ശരീരം മുഴുവൻ ഇത് കണ്ടപ്പോൾ കൊള്ളുന്നു. കാരണം എന്താ? ആദ്യവും ജലക്രീഡയാണ് കാണുന്നത്, രണ്ടാമതും ജലക്രീഡ. സ്വാഭാവികമായി മനുഷ്യനുണ്ടാകുന്ന ഒരു വികാരം ഒരു സെക്കൻഡേ ഉണ്ടായിട്ടുള്ളൂ അവർക്ക്. ഒരേ ഒരു സെക്കൻഡേ. ഉടനെ അവർ വേഗം വെള്ളമെടുത്ത് നേരെ ആശ്രമത്തിൽ പോയി. ആശ്രമത്തിൽ പോയ സമയത്ത് ജമദഗ്നി മഹർഷി അവിടെയുണ്ട്. അദ്ദേഹം എന്ത് ചോദിച്ചു? എന്താ ഇത്ര നേരം അവൻ കാരണം എന്ന് അന്വേഷിച്ചു. ഇവരെ
സത്യസന്ധമായുള്ള കഥകളെല്ലാം പറഞ്ഞു. ഇത് കേട്ട സമയത്ത് അദ്ദേഹത്തിന് വളരെയധികം കോപം വന്നു. ഉടനെ പറഞ്ഞു, നീ എൻ്റെ ഭാര്യയാവാൻ യോഗ്യതയുള്ളവളല്ല ഇനി. അതുകൊണ്ട് നിൻ്റെ പാതിവ്രത്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞ് മൂത്ത മകനെ വിളിച്ചു പറഞ്ഞു, ഈ അമ്മയെ കൊല്ലാൻ, അതായത് രേണുകയെ കൊല്ലാൻ ജമദഗ്നി മഹർഷി തൻ്റെ മൂത്തപുത്രനായ സുഗോത്രനോട് പറഞ്ഞു. സുഗോത്രൻ ഒന്നും മിണ്ടില്ല. അദ്ദേഹത്തിന് പേടി തോന്നി. അദ്ദേഹം മിണ്ടാതെ പോയി. അടുത്ത ആളെ വസുവിനെ വിളിച്ചു. അദ്ദേഹവും ചെയ്തില്ല. മൂന്നാമത്തെ വിശ്വാസുവിനെ വിളിച്ചു. അദ്ദേഹവും ചെയ്തില്ല. നാലാമത്തതാണ് രാമൻ. രാമനെന്ന് 14 വയസ്സാണ് കേട്ടോ. ഈ സംഭവം നടക്കുന്ന സമയത്ത് 14 വയസ്സാണ് രാമന്. രാമനോട് വിളിച്ചു പറഞ്ഞു, നീ നിൻ്റെ അമ്മയെ കൊല്ലണം, വെട്ടിക്കൊല്ലണം. പാതിവ്രത്യം നഷ്ടപ്പെട്ടിരിക്കുന്നു നിൻ്റെ അമ്മയ്ക്ക്, അതുകൊണ്ട് വെട്ടിക്കൊല്ലണം. അദ്ദേഹത്തിന് ഒരു സംശയവും ഉണ്ടായില്ല. ഉടനെ വാളെടുത്തു അമ്മയുടെ കഴുത്ത് വെട്ടി. ഇദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അപ്പോൾ പറഞ്ഞു, നീയാണ് യഥാർത്ഥ പുത്രൻ, നിനക്ക് എന്ത് വരം വേണം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആവശ്യം അച്ഛനോ അമ്മയാണ്. അപ്പോൾ അമ്മ നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഇനി അച്ഛനാണ് എനിക്ക് അമ്മയാണ് ആവശ്യം. അച്ഛനുണ്ട്, അമ്മയാണ്. ആ അമ്മയെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. ജമദഗ്നിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഉടനെ അദ്ദേഹം അനുഗ്രഹിച്ച് അങ്ങനെ അമ്മയെ തിരിച്ച്, രേണുകയെ തിരിച്ച് ജീവിപ്പിച്ച് അദ്ദേഹത്തിന് നൽകി. നമസ്കാരം, നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലോകനന്മയ്ക്ക് വേണ്ടി ചെയ്യുക, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ചെയ്യുക. അടുത്ത ഞാൻ ജമദഗ്നിയെ പറ്റിയായിരിക്കും പറയണത്. അതിൽ പരശുരാമനും വരും. ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് തുടങ്ങാം.